ശബരിമലയിൽ ഇനി മുതൽ പായസവും പപ്പടവും ചേർത്തുള്ള വിഭവസമൃദ്ധമായ സദ്യ വിളമ്പുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപനം. മല കയറിയെത്തുന്ന ഭക്തർ ഇനി പുലാവും സാമ്പാറുമല്ല കഴിക്കേണ്ടതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ഈ തീരുമാനത്തെ ഭക്തർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നറിയണ്ടേ? ശബരിമല അന്നദാന മണ്ഡപത്തിൽ നിന്ന് MG പ്രതീഷിന്റെ റിപ്പോർട്ട്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം വിത്ത് SKN പൂർണ്ണമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് എന്നും ആശ്വാസമാണ് ദേവസ്വം ബോർഡിന്റെ അന്നദാനം. രാവിലെ ഉപ്പുമാവും ഉച്ചയ്ക്ക് പുലാവും രാത്രി കഞ്ഞിയുമാണ് ഭക്ഷണമായി വിളമ്പുന്നത്. ഇനി മുതൽ പുലാവിന് പകരം കേരള സദ്യ വിളമ്പാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഈ മാറ്റത്തെ ശബരിമല സന്നിധാനത്തെ തീർത്ഥാടകർ എങ്ങനെ കാണുന്നുവെന്ന് കൂടി നോക്കാം. പതിനായിരത്തിലധികം പേരാണ് ദിവസവും സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിലെത്തുന്നത്. രാവിലെ 6 മുതൽ 11 മണിവരെ ഉപ്പുമാവ്, കടലക്കറി, വെള്ളം എന്നിവ നൽകും. ഉച്ചയ്ക്ക് 12-ന് ആരംഭിക്കുന്ന ഉച്ചഭക്ഷണം 3:30 വരെ നീളം. പുലാവ്, ദാൽക്കറി അല്ലെങ്കിൽ സാമ്പാർ, അച്ചാർ എന്നിവയാണ് ഉച്ചയ്ക്ക് വിളമ്പുന്നത്. വൈകിട്ട് 6:45 മുതലാണ് അത്താഴ വിതരണം. ഇത് നടയടയ്ക്കുന്നത് വരെ തുടരും. കഞ്ഞിയാണ് രാത്രി ഭക്ഷണം. ഇതിനിടെയാണ് 2 ദിവസത്തിനകം മെനു പരിഷ്കരിച്ച പായസവും പപ്പടവും ഉൾപ്പെടെ കേരള സദ്യ വിളമ്പുമെന്ന് ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചത്. கேரள சஜ்ஜி கஞ்சி அந்த மாதிரி இதெல்லாம் கொடுத்துட்டு இருந்தது, நல்லா இருந்தது. இப்போ சேஞ்ச் பண்ணியிருக்கேன்னா எப்படி அதோட நல்லா இருக்குன்னா പരവായില്ല, நல்லா இருக்கும். ഇത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാവും. കേരള ഫുഡായിട്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കിട്ടാൻ താല്പര്യം ഉണ്ടാവും ചെയ്യുന്നത്. അപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതാണ് ചെയ്യുന്നത്. നല്ലതാണ്. കേരള സദ്യ കൊടുക്കണം എന്നുവെച്ചാൽ കുറേ തമിഴ്നാട്ടിൽ നിന്ന് അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നതല്ലേ, അവർ നമ്മുടെ സദ്യ കഴിക്കട്ടെ. നല്ല കാര്യം. നല്ല സദ്യ, സന്തോഷമാണ്. ഞങ്ങളിതിപ്പോൾ കഞ്ഞി കുടിച്ചിട്ടാണ് വരണേ. നല്ല കേരള ഭക്ഷണത്തിൻ്റെ അരിയും കറിയും ചെറുപയർ കറി അച്ചാറും ഇഷ്ടമായി. കേരള സദ്യയിലേക്കുള്ള മാറ്റം മലയാളികൾ ഉൾപ്പെടെ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തരും വലിയ സ്വീകാര്യതയോടെയാണ് കാണുന്നത്. സന്നിധാനത്തെത്തുന്ന 10,000-കണക്കിന് ഭക്തർക്ക് എല്ലാ ദിവസവും സദ്യ ഒരുക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെയും പ്രതീക്ഷ. MG പ്രതീഷ്, 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.